സർവ നെഗറ്റീവായി നിൽക്കുന്ന എനർജികളെയും സർവ ദുഷ്ടശക്തികളെയും ദുരിതങ്ങളെയും സങ്കടങ്ങളെയും നിങ്ങളിൽ നിന്ന് പാടെ അകറ്റിക്കൊണ്ട് വളരെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ വളരെ ശക്തിമക്തമായി നിൽക്കുന്ന ഒരു അനുഗ്രഹത്തെ ലഭിക്കാൻ ഇതുപോലൊരു ഭാവമില്ല എന്നാ പറയണേ. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. നവരാത്രി ആരാധനയുടെ 3-ാം ദിവസം ദേവിയുടെ ചന്ദ്രകണ്ഠാരൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മനഃശാന്തി, സ്വാസ്ഥ്യം, ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രകണ്ഠാമാതയെ ആരാധിക്കുന്നു. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സിംഹവാഹിനിയാണ് ദേവി. ദേവിയുടെ ഈ രൂപത്തിന് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട്. ഇന്നേ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീമതി രാജേശ്വരി അമ്മയുമാണ്. നവരാത്രി കാലത്തില് 3-ാം ദിവസം എന്ന് പറയുന്നത് ചന്ദ്രകണ്ഠ എന്ന് പറയുന്ന ദുർഗയുടെ വിവാഹ രൂപത്തിലുള്ള ഭഗവതി എന്നൊക്കെയാ പറയണേ. അല്ലെങ്കിൽ ചന്ദ്രൻ ശിരസിലുള്ളവൾ അല്ലെങ്കിൽ കിരീടത്തിലുള്ളവൾ, അങ്ങനെയാണ് ചന്ദ്രകണ്ഠ. ശരിക്ക് ഈ ചന്ദ്രകണ്ഠ എന്ന് പറഞ്ഞാൽ അതിസൗമ്യ ഭാവമാണ്. എന്നാൽ കടുവ വാഹനമായി നിൽക്കുന്ന 10 കൈകളോട് കൂടിയ ഉഗ്രസ്വരൂപിണിയാണ് ചന്ദ്രകണ്ഠ. അതിശക്തമായ സ്വർണ്ണ നിറമാണ്. വളരെ സ്വർണ്ണ നിറത്തിലാണ് ഭഗവതി ഇരിക്കണേ. ഭഗവതിയുടെ നെറുകയില് അല്ലെങ്കിൽ നെറ്റിയില് ചന്ദ്രനെ ചൂടിയ ആള് എന്ന് പറയും. കടുവയോട് ചേർന്ന് നിൽക്കുന്ന ഭഗവതിയാണ്. വളരെ ഗംഭീര സ്വരൂപമാണ്. അതായത് സൗമ്യാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ 10 കൈകളോട് കൂടി നിൽക്കുന്ന എല്ലാ ആയുധങ്ങളും ഏന്തിയതാണ്. സർവ നെഗറ്റീവായി നിൽക്കുന്ന എനർജികളെയും സർവ ദുഷ്ടശക്തികളെയും ദുരിതങ്ങളെയും സങ്കടങ്ങളെയും നിങ്ങളിൽ നിന്ന് പാടെ അകറ്റിക്കൊണ്ട് വളരെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ വളരെ ശക്തിമക്തമായി നിൽക്കുന്ന ഒരു അനുഗ്രഹത്തെ ലഭിക്കാൻ ഇതുപോലൊരു ഭാവമില്ല എന്നാ പറയണേ. ശരിക്ക് ഈ ശുക്രൻ നീചത്തിലായവര്, ശുക്രദശ അനുഭവിക്കുന്നവര്, അവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഭഗവതിയും കൂടിയാണ് ഈ സങ്കല്പം. അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാൽ നന്മ കിട്ടുന്ന ഒരു ഭഗവതിയാണിത്. കലാകാരന്മാർക്കെല്ലാം. അപ്പോൾ എന്താ പറയണേ, ആ ഒരു സങ്കല്പത്തില് വളരെ 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 ഇങ്ങനെ എന്താ പറയണേ, സ്വർണം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് വളരെ ഇങ്ങനെ മിന്നുന്ന സ്വർണത്തില് കടുവയോട് ചേർന്ന് നിൽക്കുന്ന ഭഗവതി, 10 കൈകളിലും ആയുധം, വളരെ ചിരിക്കുന്ന മുഖം, ഇങ്ങനെ 3 തൃക്കണ്ണുകൾ ഉണ്ടെന്നാ പറയുക. തൃക്കണ്ണുകളോടുകൂടി ഭാവം, ആ നെറുകയിൽ ആ ചന്ദ്രക്കല നിൽക്കണ ഭാവം, ഇങ്ങനെ അങ്ങ് വെളിച്ചം വീശി നിൽക്കുന്ന ആ ഭഗവതി ഒന്ന് ഓർത്തു നോക്കൂ. അതാണ് ചന്ദ്രകണ്ഠ. സർവ ചരാചരങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാൻ ഏറ്റവും നല്ല രൂപമാണ്. നെഗറ്റിവിറ്റിയെ മാറ്റി പോസിറ്റീവ് ആക്കാൻ നല്ല രൂപമാണ്. വിവാഹാദി വിഷയങ്ങളിൽ ശുക്രന്റെ അനുഗ്രഹം കിട്ടാൻ നല്ലതാണ്. ശുക്രാനുഗ്രഹം കൊണ്ട് നന്മ കിട്ടാൻ അനുഗ്രഹമാണ്. ഗ്രഹത്തിന്റെ നല്ല ശത്രു സംഹാരകയാണ് എന്ന് വേണ്ട, എന്തിനും അതുപോലെ മോക്ഷപ്രാപ്തിയാണ്. അതുപോലെ കേമത്വമാണ് 3-ാം ദിവസം. ഭഗവതിയെയും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക. അപ്പൊ ഒരു ഗുണമല്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത്, ഈ നവരാത്രി കാലത്തുള്ള 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 9 ദിവസങ്ങൾ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ നന്മയാണ് നൽകുന്നത്, ഓരോ ഗുണങ്ങളാണ് നൽകുന്നത്, ഓരോ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയണേ, ഇത്രയും ലോകം ഭാരതം മുഴുവൻ ആചരിക്കുന്ന, എല്ലാ വിശ്വാസികളും ആചരിക്കുന്ന, അതായത് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഹിന്ദുക്കളല്ലാത്ത ഒത്തിരി മതസ്ഥരും ഈ
നവരാത്രിക്കാലം ആഘോഷിക്കുന്നുണ്ട്. കാരണം അവർക്കൊക്കെ അതിന് അനുഭവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, എനിക്ക് എൻ്റെ ക്ലയൻസ് ഒത്തിരി പേര് പുസ്തകം വയ്ക്കുന്നുണ്ട്, ഒത്തിരി പേര് നാമം ജപിക്കുന്ന ഒരുപാട് മറ്റ് ഇതര സമുദായക്കാർ വരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നവരാത്രിയുടെ പ്രാധാന്യം പറഞ്ഞത്. ഓരോ ദിവസത്തിനും കിട്ടുന്ന അനുഗ്രഹം ഓരോ രീതിയിലാണ്. ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ 1000 ഇരട്ടിയായി കിട്ടുമ്പോൾ ഈ സമയം നമ്മൾ ഉപേക്ഷിക്കരുത്, അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഭഗവതിയുടെയും ഞാനൊരു സങ്കല്പ ശ്ലോകം ചൊല്ലാം. ഇതും നിങ്ങൾക്ക് 12 ജപിക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം വായിച്ചു പഠിച്ചതിന് ശേഷമാണ് ചെയ്യാവുള്ളൂ. കാരണം ഇത്തിരി അക്ഷരങ്ങളാൽ ഇത്തിരി എന്താ പറയുക, വളരെ ഇത്തിരി കടുപ്പമുണ്ട്. എങ്കിൽ പോലും 2 തവണ പിരിച്ചു പായിച്ചു പഠിച്ചാൽ പഠിക്കാവുന്നതാണ്. വായിക്കുക, ശ്രദ്ധിക്കുക. ഇത് നിർബന്ധമായും നിങ്ങൾ ചെയ്യുകയും വേണം. പിണ്ടജപ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈരുത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രകണ്ഠേതി വിശ്രുത. ശൗര്യവും ശക്തിയും ആ പൂജയിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ദേവിയെ, ഈ ചന്ദ്രകണ്ഠാ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായിട്ട് എന്തിനാണ് ഈ 10 കൈകളിലും ദേവി എന്തെല്ലാം ആയുധങ്ങളാണ് പിടിച്ചിരിക്കുന്നത്? പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളാണ് ദേവി ധരിച്ചിരിക്കുന്നത്. എല്ലാ കൈകളിലും ആയുധങ്ങളും ഏന്തി. ഇനി ആ ദേവിയുടെ ചെറുപ്പം, അതായത് പാർവതി ദേവി ജനിച്ചിട്ട് ആ ദേവിയുടെ ആ 9 രൂപങ്ങളിലായിട്ടാണ് ഈ നവരാത്രി ശരിക്കും. ഇപ്പോൾ ആ ബാല്യാവസ്ഥ, കൗമാരം വരെയുള്ള ആദ്യത്തെ ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള ഭാവം, അതല്ലേ ആ തപസ് അനുഷ്ഠിക്കുന്ന ഭാവമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദേവിയുടെ ആ പ്രായത്തിന് അനുസരിച്ചുള്ള ആ ഓരോ ഭേദങ്ങളാണ്. ഇനി ആ 3 ദിവസം ആകുമ്പോഴേക്കും ദേവി ചന്ദ്രകണ്ഠാ ദേവിയായി. അതിലെ ആയുധങ്ങളും നവവധുവിന്റെ വേഷവിധാനങ്ങളോട് കൂടിയാണ് ദേവി ആ ചന്ദ്രകണ്ഠാ ദേവി ആയിട്ടിരിക്കണേ. അപ്പോ ദേവിക്കുള്ള എന്താണ് ഈ സിംഹവാഹിനിയാണ് ദേവി. മറ്റേ കാളയാണെങ്കിൽ ഇപ്പോ ദേവി ചന്ദ്രകണ്ഠാ ദേവി സിംഹവാഹിനിയാണ്. അപ്പോ 10 കൈകളില് ആയുധങ്ങളും എല്ലാം ഏന്തി ആ നവവധുവിന്റെ വേഷത്തോടോട് നിൽക്കുന്ന ആ ചന്ദ്രകണ്ഠാ ദേവിയെ ഈ 3-ാം ദിവസം നമുക്ക് പദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.